ഹായ് മക്കളെ, എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 4, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ചാർജസ് മൂവ് ചെയ്യുമ്പോൾ അത് കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, അതല്ലെങ്കിൽ ചാർജസ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, അതിൻ്റെ മുകളിൽ ചില ഫോഴ്സുകളൊക്കെ എന്ത് ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക്സിലേക്ക് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ് കടന്നു വരിക. ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന 1ഉം 2ഉം ചാപ്റ്റേഴ്സ്, പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലൊക്കെ ചാർജസ്, ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൽ ചാർജസ് റെസ്റ്റിലിരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ്, പിന്നെ ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില പ്രോപ്പർട്ടീസ്, ചില ലോസ്, ഓംസ് ലോ, ക്രിച്ച്ഹോഫ് റൂൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് 2 ഫോഴ്സുകളെ കുറിച്ചാണ് പറയുന്നത്. അതിലാദ്യം നമ്മൾ പറയാൻ പോകുന്ന ഫോഴ്സ് ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ് എന്നാണ്. എന്താണ് ഈ ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ അറിയാത്തൊരു ഫോഴ്സാണ്, പക്ഷേ നിങ്ങൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞ ഒരു ഫോഴ്സാണ് ഇത്, ഈ ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ്. നിങ്ങൾ ആൾറെഡി പഠിച്ചു, ഫസ്റ്റ് 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഇതൊരു ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, ദിസ് ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നിങ്ങളൊരു ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ് Q എന്ന് പറയുന്ന ഒരു ചാർജിനെ പ്ലേസ് ചെയ്യാം. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനെ നമുക്ക് ക്യാപിറ്റൽ E കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ്. അവിടെ നിങ്ങളൊരു പോസിറ്റീവ് ചാർജ് പ്ലേസ് ചെയ്യുമ്പോൾ ഈ ചാർജിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ്. ഈ ഫോഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ, അല്ലേ? അതായത് എന്താണ് ഇവിടുത്തെ ഫോഴ്സ്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്? ഒരു പോസിറ്റീവ് ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ആ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും, കാരണം അതിൻ്റെ മുകളിലൊരു ഫോഴ്സ് ഉണ്ടാവും, അല്ലേ? ആ ഫോഴ്സ് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഫോഴ്സിന്റെ റിലേഷൻ നിങ്ങൾ പഠിച്ചാണ്. ദാറ്റ് ഈസ് F is equal to force F is equal to the product of charge Q into E, അല്ലേ? ഈ റിലേഷൻ നിങ്ങൾ പഠിച്ചാണ്. F is equal to Q into E. ഈ ഫോഴ്സിനെയാണ്, അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് എഴുതിയെടുക്കുക. ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ in an external electric field. When it is എന്താണ്, rest or in motion. ഇപ്പോൾ അത് ഈ ചാർജ് പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിലും അത് മോഷനിലാണെങ്കിലും എന്ത് ഫോഴ്സ് ഉണ്ടാവും, ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവും. ഇനി വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ്? ഇഫ് ദ ചാർജ് ഈസ് പോസിറ്റീവ്, the force is along the direction of electric field. Positive charge ആണെങ്കിൽ ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലാണ്. If it is negative charge, if it is minus Q, the force is opposite to the direction of എന്താണ്, ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതിനെയാണ് ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ് പറയുക. ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതി, F is equal to Q into E. ഇതാണ് ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ് കാണാനുള്ള എക്സ്പ്രഷൻ. So what is electric Coulomb force? It is the force experienced by a charged particle in an external electric field. Okay, അതിനെയാണ് ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്. അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്. അപ്പോൾ എന്താണ് നെക്സ്റ്റ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സിന് പകരം നമ്മൾ പറയാൻ പോകുന്ന 2ാമത്തെ ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്. ഇപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇഫ് ദിസ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് B ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ എന്താണ് അതിൻ്റെ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. If a charged particle plus Q, if a charged particle is placed at this field, magnetic field charged particle place ചെയ്തു, if consider this is at rest, so ഈ ചാർജിന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവുമോ? ഇലക്ട്രിക്
ഫീൽഡ് ആണെങ്കിൽ ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് ആണ് മുമ്പ് പഠിച്ച F is equal to QE. എന്നാൽ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ B കൊണ്ടാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ചാർജ് പ്ലേസ് ചെയ്യുന്നു. ഇതിന്റെ മുകളിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യോ? ഉണ്ടാവോ? ഇവിടുത്തെ പ്രത്യേകത ഇങ്ങനെ, അതായത് ഈ ചാർജ് റെസ്റ്റിലാണെങ്കിൽ ഈ ചാർജിന്റെ മുകളിൽ ഒരു ഫോഴ്സും എന്തുണ്ടാവില്ല. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു ചാർജിനെ പ്ലേസ് ചെയ്യുക, ആ ചാർജ് റെസ്റ്റിലാണെങ്കിൽ എന്താണ്, there is no force acting on it. എന്നാൽ when the charged particle is charged to move, ഇപ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്, ഇങ്ങോട്ട് മൂവ് ചെയ്യാന്ന് വിചാരിച്ചോ, ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. സോ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ നമുക്ക് കാണിക്കുകയാണ്. അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്താണ്, V ആണെന്ന് വിചാരിച്ചു. സോ V is the direction of motion and the direction of എന്താണ് മോഷൻ, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അതെന്താണ്, തീറ്റയാണ്, തീറ്റ. അപ്പോൾ V എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് മൂവ് ചെയ്യുന്ന ഈ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആണെന്ത്, ആ ഡയറക്ഷൻ ആണ് ഈ ഒരു ഡയറക്ഷൻ. ആ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ത്, തീറ്റ. അത് തന്നെയാണ് ഇവിടെയും വരും, തീറ്റ. ഓക്കെ, സോ നമുക്ക് വെലോസിറ്റി നമുക്കറിയാം, ആംഗിൾ തീറ്റ അറിയാം, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അറിയാം, ചാർജ് Q അറിയാം. ഇങ്ങനെയാണെങ്കിൽ അതായത് when the charge start to move, ഈ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ഈ ചാർജിനെ നമ്മൾ ഒരു ഫോഴ്സ് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അനങ്ങാൻ നിൽക്കുമ്പോൾ ഫോഴ്സ് ഉണ്ടാവില്ല. ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇറ്റ് പ്രൊഡ്യൂസസ് എന്താണ്, ഇറ്റ് വിൽ എക്സേർട്ട് എ ഫോഴ്സ്. ഇതിന് മുകളിൽ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് എന്ത് ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിലേഷൻ ഇതാണ്, F is equal to Q into V into B into sin theta. ആ ഫോഴ്സ് കാണാൻ റിലേഷൻ ആണ്. F is equal to ഫോഴ്സ്, F is equal to ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മൾ പറയുന്നത്. മാഗ്നിറ്റ്യൂഡ്, അതിന്റെ എത്രത്തോളം ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ചാർജ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദിസ് വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. വേർ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ ഈസ് ദ ആംഗിൾ, തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ V ആൻഡ് ബി. വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്, തീറ്റ. അങ്ങനെയാണെങ്കിൽ അവിടെ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്തെന്ന് പറഞ്ഞാൽ QVB സൈൻ തീറ്റ. ഈ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് ഫോഴ്സ് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സിന് ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് എഴുതാം. ആ ഡെഫിനിഷൻ എഴുതുക. It is the force experienced by a charged particle when it is moving through a magnetic field. ഇതൊന്ന് എഴുതിയെടുക്കുക. So it is the force. What is magnetic Lorentz force? It is the force experienced by a charged particle when it is moving through a magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് എന്ന് പറയാം. ആൻഡ് ദാറ്റ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് F is equal to, you can write that is QVB sin theta. ഇതിനെ നമുക്ക് വെക്റ്റർ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇൻ വെക്റ്റർ ഫോം. അതായത് നമ്മുടെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം, V എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. V ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. B ആൾസോ എ വെക്റ്റർ ക്വാണ്ടിറ്റി, ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് ഉള്ള ക്വാണ്ടിറ്റി ആണ്. ആ വിക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എങ്കിൽ നമുക്ക് ഫോഴ്സ്, ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സും ഒരു വെക്റ്റർ ആയിരിക്കും. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ യു ക്യാൻ റൈറ്റ് F is equal to Q into V cross B എന്ന് എഴുതാം. വെക്റ്റർ ഫോമിൽ നമുക്ക് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സിനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് F is equal to Q into V cross B. അതായത് ഈ എഫിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ V cross B. ഈ V എന്ന് പറയുന്ന വെലോസിറ്റി വെക്ടറും B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും നിങ്ങൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ആ ക്രോസ് പ്രൊഡക്റ്റിന്റെ റിസൾട്ടന്റ് എന്താണ്, അതായിരിക്കും ശരിക്കും എഫിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. ആ ഡയറക്ഷൻ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇനി പറയാം. അപ്പൊ അതിനു മുമ്പ് ഈ ഒരു സംഗതി, ദിസ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദിസ് ഇസ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഓൺ ദിസ് ചാർജ്, ഈ ചാർജിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു ദ റിസൾട്ടന്റ് ഓഫ് V cross B. V cross Bയുടെ റിസൾട്ടന്റ് ഡയറക്ഷൻ ആയിരിക്കും.
അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അതായത് നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സിനെ നമുക്ക് വെക്റ്റർ ഫോമിൽ ഇങ്ങനെ എഴുതാം, F is equal to Q into V cross B. ഇനി ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ പറഞ്ഞു ആ ചാർജിൽ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? സെയിം ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും, നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എങ്ങനെയാണോ? അല്ല, ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇത് വെലോസിറ്റി വെക്ടർ ആണ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ അല്ലേ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ രണ്ട് ഡയറക്ഷനും നമുക്കറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. ഈ ചാർജ് പാർട്ടിക്കിൾ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്, അതിന്റെ വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വി ക്രോസ് ബിയുടെ റിസൾട്ടന്റ്. എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റിന്റെ റിസൾട്ടന്റ് എങ്ങോട്ട് ഉണ്ടാവുക? ഈ രണ്ട് വെക്ടർ, ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ്, ഇത് വെക്ടർ എ ആണ് ആൻഡ് ദിസ് ഇസ് അനദർ വെക്ടർ ബി. എ ക്രോസ് ബി നമ്മൾ ചെയ്യുമ്പോൾ, എ ക്രോസ് ബി നമ്മൾ പഠിച്ചതാണ്, എ ക്രോസ് ബി നമ്മൾ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ റിസൾട്ടന്റ്? റിസൾട്ടന്റ് ഒരു പ്ലെയിനിലുള്ള രണ്ട് വെക്ടേഴ്സ് ആണ് എ ക്രോസ് ബി എങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി. എ വെക്ടറും ബി വെക്ടറും ഏത് പ്ലെയിനിലാണോ? ഇപ്പൊ ഈ ബോഡിയിലാണല്ലോ എയും ബിയും വരച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയുടെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷൻ പറയാൻ പറ്റും. ഒന്ന് ഈ പ്ലെയിൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരാം, മറ്റൊന്ന് ഇവിടുന്ന് ഉള്ളിലേക്കും വരാം, രണ്ട് ഡയറക്ഷൻ. അത് ഏത് ഡയറക്ഷനിലായിരിക്കും? നിങ്ങൾ പഠിച്ചതാണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ നിങ്ങൾ പഠിച്ചതാണ്. റൈറ്റ് ഹാൻഡ് സ്ക്രൂ, അതായത് ഇവിടെ നിങ്ങളൊരു സ്ക്രൂവിന്റെ ഹെഡ് നിൽക്കുന്ന പോലെ ഇമാജിൻ ചെയ്യാം. ഈ സ്ക്രൂ നിങ്ങൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്ന ഡയറക്ഷനിൽ ആ സ്ക്രൂ നിങ്ങൾ എന്ത് ചെയ്യുക? തിരിക്കുക, റൊട്ടേറ്റ് ചെയ്യുക. അതായത് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നത് ഇപ്പോൾ എ ക്രോസ് ബി ആണ്, എയിൽ നിന്നും ബിയിലേക്കാണ്, എ ക്രോസ് ബി ആണ് എടുക്കുന്നതെങ്കിൽ ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, വലത്തോട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. വലത്തോട്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തിരിക്കുന്ന സമയത്ത് ഇതിന്റെ ടിപ്പ് എങ്ങോട്ടാ പ്രോഗ്രസ് ചെയ്യാം? ഉള്ളിലേക്കായിരിക്കും. സോ ദ ഡയറക്ഷൻ ഓഫ് ദിസ് എന്താണ്? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഇൻ ടു ദ പ്ലെയിൻ ആണ്, ആ പ്ലെയിനിന് ഉള്ളിലേക്കാണ്. സിമിലർലി വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ വരിക? അപ്പോൾ വിയിൽ നിന്നും ബിയിലേക്കാണ് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നത്, വി ക്രോസ് ബി ആണ്. സോ നിങ്ങളൊരു പ്ലെയിനിൽ എന്താണ് ഈ ഭാഗത്ത് നിങ്ങളൊരു വെക്ടർ എന്താണ് ഒരു സ്ക്രൂവിന്റെ ഹെഡ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെ ഹെഡ് ഇമാജിൻ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്രോസ് പ്രൊഡക്റ്റിൽ ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ സ്ക്രൂവിന്റെ ടിപ്പ് എങ്ങോട്ടാ പോവുക? നമ്മൾ റൊട്ടേറ്റ് വലത്തോട്ട് തിരിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് ഇറങ്ങി പോവുക ചെയ്യുക. സോ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ. ഇവിടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഉള്ളിലേക്കാണ് വരിക. അത് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായല്ലോ? ഇപ്പോൾ ഈ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുമ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഒന്നുണ്ടാകും, മാറ്റം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, if the particle is moving along this direction, ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. If the particle is moving towards this direction, so this is the direction of velocity is here and this is magnetic field direction. So this is the positive charge and theta is the angle between V and B. And now നിങ്ങളോട് പറയാണ് വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്? ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ നിങ്ങൾ കാണാൻ പറയാം. ഇപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു എഫ് എന്ന് പറഞ്ഞാൽ, എഫിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു എന്തൊരു ഡയറക്ഷൻ ആയിരിക്കും? വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ. അപ്പോൾ വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ വി ഏതാണ്? ഇതാണ് വി, ഇതാണ് ബി. ഇപ്പോൾ വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് അല്ലേ, ഇവിടെ താഴ്ന്ന മോൾക്കാണ്. നേരത്തെ മോളിന്ന് താഴോട്ട് അടുത്ത്, ഇപ്പോൾ ഇവിടുന്ന് താഴ്ന്ന മോൾക്കാണ്. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? ഒരു ഇമാജിൻ ചെയ്യുക, ഒരു ഹെഡ് അല്ലെ, ഒരു സ്ക്രൂവിന്റെ ഹെഡ് ഇമാജിൻ ചെയ്യുക. ആ ഹെഡ് നിങ്ങൾ ലെഫ്റ്റിലേക്കാണ് സ്ക്രൂ തിരിക്കുന്നതെങ്കിൽ ആ സ്ക്രൂവിന് എങ്ങോട്ടാണ് പ്രോഗ്രഷൻ ഉണ്ടാവുക? നമ്മളൊരു സ്ക്രൂ ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഉയർന്നു വരിക ചെയ്യുക. റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ അത് താഴ്ന്നു പോകും, ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ അതിങ്ങനെ ഉയർന്ന വരിക. ഇങ്ങോട്ടാ വരിക. അതായത് ഇവിടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിയപ്പോൾ നമ്മൾ നോക്കി വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ, റിസൾട്ടിന്റെ ഡയറക്ഷൻ മാറി, അപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഈ ചാർജ് ഇങ്ങോട്ട് പോവുകയാണെങ്കിലോ അത് ഉള്ളിലേക്കായിരിക്കും ഫോഴ്സ്. അതായത് വെലോസിറ്റിയുടെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇവിടുത്തെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു. മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഫോഴ്സുകൾ പഠിച്ചു. ഒന്ന് ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ്, മറ്റൊന്ന് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്. രണ്ട് ഫോഴ്സും എന്താണ്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ്. ഒന്ന് ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ്, ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സാണ്. ആ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു, F is equal to Q into E ആണ്. രണ്ടാമത്തത് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അവിടെ ഫോഴ്സ് ഉണ്ടാവില്ല. പക്ഷേ ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെയാണ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് എന്ന് പറയാം. അതിന്റെ ഇക്വേഷൻ പഠിച്ചു, F is equal to
ക്യു വി ബി സൈൻ തീറ്റ. വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ക്യു ഇൻറ്റു വി ക്രോസ് ബി. അതിൻ്റെ ഡയറക്ഷൻ കാണാനും നമ്മൾ പഠിച്ചു അല്ലേ. നമുക്ക് അവിടെ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡയറക്ഷൻ ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ലോറൻസ് ഫോഴ്സ്. നമ്മൾ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്നാണ് പറഞ്ഞത്. ജനറൽ ആയിട്ട് നമുക്ക് വാട്ട് ഈസ് എ ലോറൻസ് ഫോഴ്സ്, വാട്ട് ഈസ് ലോറൻസ് ഫോഴ്സ്, എന്താണ് ലോറൻസ് ഫോഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുക? അപ്പൊ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ, ഒരു സ്ഥലത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അവിടെ എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, രണ്ട് ഫീൽഡ് ഉണ്ട്. അങ്ങനെയുള്ളൊരു ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, ലോറൻസ് ഫോഴ്സ്. സോ ഇറ്റ് ഈസ്, നമുക്ക് എന്താ ലോറൻസ് ഫോഴ്സിന്റെ ഡെഫിനേഷൻ എഴുതിയേക്കാം. ഇറ്റ് ഈസ് the force experienced by a charged particle in a combined electric and magnetic field. ഇവിടെ ഈ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുള്ളൂ കേട്ടോ. റെസ്റ്റിലാവുമ്പോൾ എന്തുണ്ടാവില്ല, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവോ ഇല്ലേ. ബൈ എ മൂവിങ് എന്ന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇവിടെ, മൂവിങ്. ഓക്കെ, മൂവിങ് ചാർജ് പാർട്ടിക്കിൾ ഇൻ എ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. സോ നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഒരു സ്പേസിൽ എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ മുകളിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം എഫ് ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിനെ നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. പ്ലസ് എന്ത് പറയാം, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന് നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, എഫ് ബി എന്ന് കൂടെ, ബി മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാം, ഈ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പോൾ എഫ് ഇ പ്ലസ് എഫ് ബി എന്ന് വേണമെങ്കിൽ എഴുതാം. ഓർ യു ക്യാൻ റൈറ്റ് എഫ് ഇസ് ഈക്വൽ ടു എന്താണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് ക്യു ഇ പ്ലസ് വാട്ട് ഈസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, ദാറ്റ് ഈസ് ക്യു ഇൻറ്റു വി ക്രോസ് ബി. ക്യു ഇൻറ്റു എന്ത് പറയാം, വി ക്രോസ് ബി. ഇപ്പൊ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ മാറ്റിയിട്ട് എഫ് ഇസ് ഈക്വൽ ക്യു, രണ്ടിലും കോമൺ ആണ്, ക്യു പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഇ പ്ലസ് വി ക്രോസ് ബി. ഇ പ്ലസ് എന്താണ്, വി ക്രോസ് ബി. അപ്പോൾ ഈ ഒരു ഫോഴ്സിനെയാണ്, അതായത് ഈ ടോട്ടൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് ദ ടോട്ടൽ ഫോഴ്സ്, ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ മൂവിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾ in a combined electric and magnetic field. The total force experienced by a particle when it is moving through a combined electric and magnetic field is called ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ലോറൻസ് ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, ലോറൻസ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ എൻ്റെ ഇക്വേഷൻ ഇതാണ്, എഫ് ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് പ്ലസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, ദാറ്റ് ഈസ് ക്യു ഇ പ്ലസ് ക്യു ബി. ക്യു കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ക്യു ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി എന്ന് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് ആംഗിളിന്റെ ടേമിൽ പറയുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, വി ക്രോസ് ബിക്ക് പകരം ഇവിടെ എന്ത് കൊടുക്കാം, വി ബി സൈൻ തീറ്റ, അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഇതിനെയാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കണ്ടെത്താൻ പോകുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അതായത് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അതായത് ആ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ, അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ, എന്താണ് കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജസിന്റെ മോഷൻ അല്ലെ, ചാർജസ് ഫ്ലോ ചെയ്യുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇതിവിടെ ഒരു കണ്ടക്ടർ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ദിസ് ഈസ് എ കണ്ടക്ടർ, ഒരു കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിന് ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്, ആ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണ്. ഈ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആംബിയർ ആണെന്ന് വിചാരിക്കുക. ഇതിനൊരു ലെങ്ത് ഉണ്ട് ഈ കണ്ടക്ടറിന്, ആ കണ്ടക്ടറിന്റെ ലെങ്ത് നിങ്ങൾ L എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയുള്ള ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടർ കുറച്ച് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്, അതായത് ഈ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഉണ്ടാക്കുന്ന ഡയറക്ഷൻ എന്താണ്, തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടക്ടർ ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ഒരു കണ്ടക്ടർ
കറണ്ട് ഫ്ലോ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൽ കൂടെ ചാർജസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ചാർജസ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജസ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. ദാറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്. സോ നമ്മളിവിടെ പറയുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അതായത് ഇതിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ ഒരുപാട് ചാർജസ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കണ്ടക്ടറിനകത്ത് ടോട്ടൽ എത്ര ചാർജസ് ഉണ്ടോ ആ ചാർജസ് ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ചാർജസിന് ചിലപ്പോൾ ഒരു വെലോസിറ്റി ഉണ്ടാകും. ആ വെലോസിറ്റിയും അറിയാം. നമുക്ക് ഇതിൽ ടോട്ടൽ എത്ര ചാർജ് ഉണ്ട് അതും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇക്വേഷൻ F is equal to QVB sin theta റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫോഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കണ്ടക്ടറിനകത്ത് ടോട്ടൽ എത്ര ചാർജസ് ഉണ്ട്, ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജസ്, മൂവ് ചെയ്യുന്ന ചാർജസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് കാണിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇലക്ട്രോൺസ് ആർ ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. അല്ലെ, ഇലക്ട്രോൺസ് ഈ ഡയറക്ഷൻ. പക്ഷെ നമ്മൾ പോസിറ്റീവ് ചാർജിന്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ സോ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ചാർജസ് എങ്ങനെ തന്നെ എടുക്കുക? ഇങ്ങോട്ട് എടുക്കുക. കാരണം നെഗറ്റീവ് ചാർജസ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ശരിക്കും ഡയറക്ഷൻ ഓഫ് മോഷൻ, അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് എന്താണ്? ഇലക്ട്രിക് കറണ്ട്, ആൻഡ് ദിസ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ്, ആൻഡ് ദിസ് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദിസ് കണ്ടക്ടർ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. നൗ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്, ഇവിടെ നമുക്ക് മറ്റു രണ്ട് സംഗതികളോട് തരുന്നുണ്ട്. ഒന്ന് ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നു, ഇതിന്റെ ലെങ്ത് തന്നു. സോ യു ക്യാൻ ഫൈൻഡ് ദ വോളിയം ഓഫ് ദിസ് കണ്ടക്ടർ. പിന്നെ ഒരു കാര്യം തരാണ്, സ്മോൾ ലെറ്റർ n, അതായത് ഈ കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ് സ്മോൾ ലെറ്റർ n. n ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ നമ്പർ ഓഫ് ചാർജസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് per യൂണിറ്റ് വോളിയം ഓഫ് ദ കണ്ടക്ടർ. ഈ ഒരു കണ്ടക്ടറിന്റെ യൂണിറ്റ് വോളിയം എടുക്കുകയാണെങ്കിൽ ആ യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടാകുന്ന നമ്പേഴ്സ്, പാർട്ടിക്കിൾസിന്റെ എണ്ണം, അതിന്റെ നമ്പർ ഡെൻസിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് നമുക്കിവിടെ തന്നിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ് സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ്. യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് വോളിയം നിങ്ങൾ കണ്ടക്ടർ എടുക്കുമ്പോൾ അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? n പാർട്ടിക്കിൾസ് ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ V വോളിയം എടുക്കുകയാണെങ്കിലോ V ഇൻറ്റു n പാർട്ടിക്കിൾസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടറിന് ഒരു വോളിയം ഉണ്ടല്ലോ. എത്രയാണ് ഈ കണ്ടക്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ? വോളിയം ഓഫ് ദ കണ്ടക്ടർ ഇസ് ഈക്വൽ ടു, നമുക്ക് പറയാം എന്താണ്? വോളിയം ഓഫ് ദ കണ്ടക്ടർ. എന്താണ് കണ്ടക്ടറിന്റെ വോളിയം? ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലല്ലേ? ഈ സിലിണ്ടറിക്കൽ ഷേപ്പിന്റെ കണ്ടക്ടർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അതിന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് V ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് പറയാൻ പറ്റും? A ഇൻറ്റു L എന്ന് പറയാൻ പറ്റും. ഏരിയ ഇൻറ്റു L. അപ്പൊ ഇത്രയും വോള്യം ഈ കണ്ടക്ടറിന് വോള്യം. യൂണിറ്റ് വോള്യത്തിൽ ഉണ്ടാകുന്ന പാർട്ടിക്കിൾസിന്റെ ചാർജസിന്റെ എണ്ണം n ആണെങ്കിൽ ഇത്രയും വോള്യം, ഈ V വോള്യം ഉള്ള ഈ കണ്ടക്ടറിനകത്ത് ഉണ്ടാകുന്ന ടോട്ടൽ പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്തായിരിക്കും? അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും താഴെ എന്താണ്? വോള്യം ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് A ഇൻറ്റു L ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിൾസിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും. ടോട്ടൽ number of electrons in the entire volume of the conductor, in the entire volume of the conductor. ഈ കണ്ടക്ടറിന്റെ ടോട്ടൽ ഇതിലുണ്ടാകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? യൂണിറ്റ് വോള്യത്തിൽ n ആണ്, ഇതിന്റെ വോള്യം A ഇൻറ്റു L ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n ഇൻറ്റു A ഇൻറ്റു L. അപ്പോൾ എഴുതി നോക്കുക, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അത് ഈ ഇത്രയും വലുപ്പമുള്ള ഈ ഒരു കണ്ടക്ടറിൽ, ഇത്രയും വോള്യമുള്ള കണ്ടക്ടറിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ n ഇൻറ്റു A ഇൻറ്റു L ആണ്. A ഇൻറ്റു L എന്ന് പറഞ്ഞാൽ വോള്യമാണ്. അപ്പോൾ n ഇൻറ്റു വോള്യം. അപ്പോൾ ഇത് ഇവിടെ ഓർത്തിരിക്കുക. ഇനി നമ്മൾ എന്ത് കാണാം? അപ്പോൾ ചാർജ് നമുക്ക് കിട്ടി, ഇതിനകത്തുള്ള ടോട്ടൽ ചാർജ് കിട്ടി. ഇനി ഈ ചാർജസ് മൂവ് ചെയ്യുമ്പോൾ അതിനൊരു വെലോസിറ്റി ഉണ്ടാവും അല്ലേ? എക്സ്റ്റേണൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിന് ഒരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്ന ആവറേജ് വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നുള്ളത്. പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി
acquired by a charged particle when it is എന്താണ് ഇലക്ട്രിക് ഫീൽഡ് is applied. ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് ഒരു പൊട്ടൻഷ്യൽ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഈ കണ്ടക്ടറിലെ ഇലക്ട്രോൺസിന് ഉണ്ടാകുന്ന ആവറേജ് വെലോസിറ്റിക്കാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിലും പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ശരിക്കും നമുക്ക് കിട്ടിയത് എന്താണ് n × a × l എന്ന് പറഞ്ഞാൽ എന്താ ഈ കണ്ടക്ടറിലുള്ള ചാർജസിന്റെ എണ്ണമാണ്. അപ്പോൾ എത്ര ചാർജ് ഉണ്ടാവും ഇതിൽ ചാർജസ് എന്ന് പറഞ്ഞാൽ ഏതാണ് ചാർജസ് ഇതിലുള്ള ചാർജസ് എല്ലാം എന്താണ് ഇലക്ട്രോൺസ് ആണ് ഇതിൽ മൂവ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ് E ആണ്. അപ്പോൾ ഇത്രയും എണ്ണം ഇലക്ട്രോണിന്റെ ചാർജ് എന്തായിരിക്കും എത്രയായിരിക്കും ഈ കണ്ടക്ടറിലെ ടോട്ടൽ ചാർജസ് എത്രയായിരിക്കും വരിക ഇതിനെ ഈ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പോൾ E × ഇത്രയും എണ്ണം ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ അതിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എഴുതി വെക്കുക താഴെ എന്ത് ചെയ്യുക ദ ടോട്ടൽ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ അല്ലെങ്കിൽ ചാർജ് ഓഫ് ടോട്ടൽ ഇലക്ട്രോൺ എന്ന് എഴുതാം. ചാർജ് ഓഫ് ടോട്ടൽ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ ആ കണ്ടക്ടറിലുള്ള ടോട്ടൽ ഞാൻ Q എന്ന് കൊടുക്കണം. ആ ചാർജിന് Q is equal to ഞാൻ എന്ത് കൊടുക്കാം N × A × L × E എന്ന് കൊടുക്കാം. N × A × L × E ഇത്രയും എണ്ണമാണ്. എണ്ണത്തെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയും എണ്ണം ഇലക്ട്രോണുകളുടെ ടോട്ടൽ ചാർജ് കിട്ടും. ദാറ്റ് ഈസ് NaLe. ഓക്കെ, അപ്പോൾ ചാർജ് കിട്ടി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ചാർജ് ഇതിന്റെ വെലോസിറ്റി നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ട് എടുക്കുക. അല്ലാതെ ഈ ചാർജസിന്റെ ഇലക്ട്രോണിന്റെ വെലോസിറ്റിക്കാണ് നമ്മൾ ശരിക്കും ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുക. അപ്പോൾ അതിന്റെ വെലോസിറ്റി എന്തായിട്ട് എടുക്കുക ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും നമുക്ക് ഇതിന്റെ മുകളിലുള്ള ഫോഴ്സ് എന്താ therefore നമ്മൾ എഴുതാണ് ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ. ഈ കണ്ടക്ടറിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F is equal to നമുക്ക് എന്ത് പറയാം charge Q into velocity that is VD drift velocity into എന്ത് പറയാം magnetic QVB Q into V cross B എന്ന് എഴുതിക്കൂടെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക Q എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് തന്നിട്ടുണ്ട് Q is equal to NaLe ആണ്. അപ്പോൾ നമ്മൾ അതിനെ മാറ്റിയിട്ട് F is equal to NaLe into എന്ത് എഴുതാം VD cross B. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളിവിടെ ലെങ്ത് L നമുക്ക് തന്നിട്ടുണ്ട്. ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുമ്പോൾ വെലോസിറ്റി ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിന്റെ ഓപ്പോസിറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം വെലോസിറ്റി ഡയറക്ഷൻ എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ മെഷർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് എന്ത് ലെങ്ത്. അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷൻ നമ്മൾ ലെങ്ത്തിന് കൊടുക്കുക. മനസ്സിലായല്ലോ, വെലോസിറ്റി ഡയറക്ഷൻ നമ്മൾ എന്തിനു കൊടുക്കുകയാണ് ലെങ്ത് ഒരു വെക്റ്റർ ലെങ്ത് ആയിട്ട് എടുക്കുക. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ലെങ്ത് ദാറ്റ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. മനസ്സിലായല്ലോ. അപ്പോൾ വെലോസിറ്റി ഡയറക്ഷന് ശരിക്കും എല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യം ഈ വെലോസിറ്റി ഡയറക്ഷനും ലെങ്ത് ഡയറക്ഷൻ തമ്മിൽ ഇന്റർചേഞ്ച് കൊടുക്കും. മനസ്സിലായല്ലോ. അതായത് ഇവിടെ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതാണ് F is equal to N × A × L ന് പകരം ഞാൻ AE എന്നിട്ട് A അല്ല VD ഇങ്ങോട്ട് മാറ്റുന്നു L ഞാൻ ഉള്ളിലേക്ക് കൊടുക്കുന്നു L × B എന്ന് എഴുതി. അതായത് ഈ L-ഉം അതുപോലെ തന്നെ വീഡിയും സെയിം ഒരേ ഡയറക്ഷനിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഒന്ന് ഡയറക്ഷൻ പരസ്പരം എന്ത് ചെയ്യുന്നത് അതിന്റെ ഡയറക്ഷൻ ഇന്റർചേഞ്ച് ചെയ്യാം. അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ വീഡിയുടെ സെയിം ഡയറക്ഷനിൽ L-നെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക റീപ്ലേസ് ചെയ്യുക. അപ്പോൾ NaVDE × L × B ജസ്റ്റ് ഈ VDയെ പുറത്തേക്ക് കൊടുക്കുന്നു, L നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുക. എന്നിട്ട് L-നെ ഒരു വെക്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുക. L-ന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഡയറക്ഷൻ തന്നെയാണ് സെയിം ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ്. ഇനി നമ്മൾ ഈ ഒരു സംഗതി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് NaVDE ഈ ഒരു സംഗതി നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ടോ? ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ പഠിച്ച സമയത്ത് what is the relation between electric current and drift velocity നിങ്ങൾ പഠിച്ചതാണ്. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇലക്ട്രിക് കറണ്ട് തമ്മിലുള്ള റിലേഷൻ? I is equal to NeAVD എന്ന് പറയുന്ന റിലേഷൻ ഇത് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഭാഗത്ത് നിങ്ങൾ പഠിച്ചതാണ്. വേണമെങ്കിൽ ഒന്ന് നോട്ട് ബുക്ക് ഒന്ന് മറിച്ച് നോക്കുക. ആ ഭാഗത്തുണ്ടാവും കറണ്ട് I is equal to N നമ്പർ ഓഫ് ഇലക്ട്രോൺ, E ഇലക്ട്രോണിന്റെ ചാർജ്, A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ആൻഡ് VD. അതായത് NaVDE എന്നുള്ളതിനെ മാറ്റിയിട്ട് നമുക്ക് ഇലക്ട്രിക് കറണ്ടിന്റെ ടേം കൊടുക്കാം. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും F is equal to I into ഇതിനെ ഒന്നിച്ച് I എന്ന് എഴുതാം I into L × B നമുക്ക് എഴുതാൻ പറ്റും. F is equal to ഈ ഒരു റിലേഷൻ അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണ്. ആ കണ്ടക്ടറിന്റെ ലെങ്ത് L ആണ്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് B ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ് അതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ F is equal to നമുക്ക് I into L × B എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ഡെറിവേഷൻ എന്താണ് നിങ്ങൾ ഓർത്തിരിക്കുക.
ഫോഴ്സ് ചോദിക്കാറുണ്ട്. ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. F is equal to ILB. വേണമെങ്കിൽ നമുക്ക് വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? വെക്റ്റർ ഫോമിലാണ് ഇതുള്ളത്, സോറി. അവിടെ നമുക്ക് ആ ബി എല്ലിന്റെയും ബിന്റെയും ഇടയിൽ ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട്. ആ തീറ്റയുടെ ടേമിലേക്ക് മാറ്റി ക്രോസ് പ്രൊഡക്റ്റ് നമുക്ക് A ക്രോസ് ബി AB സൈൻ തീറ്റ എന്നുള്ള ഫോമിലായിട്ട് എഴുതുമ്പോൾ ഫോഴ്സിനെ നമുക്ക് ഒന്നും കൂടെ എഴുതാം. ആ ഫോഴ്സിന്റെ ഇക്വേഷനെ താഴെയായിട്ട് എഴുതി വെക്കുക. ദാറ്റ് ഈസ് F is equal to ILB sin theta. F is equal to, it's also very important relation. Same relation ആണ്. ഒന്ന് ഇത് വെക്റ്റർ ഫോം ആണ്, ഇത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്ന ഇക്വേഷൻ. ദാറ്റ് ഈസ് F is equal to I into L into B sin theta. And this is the expression for force. Okay, ഈ രണ്ട് റിലേഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഫോഴ്സ് ഒരു പാർട്ടിക്കിളിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഒരു കണ്ടക്ടറിന്റെ മുകളിൽ, കറണ്ട് കാര്യം കണ്ടക്ടറിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാനുള്ള എക്സ്പ്രഷൻ ആണ്